ഒരേക്കർ സ്ഥലത്തെ തണ്ണിമത്തൻ കൃഷി. രാവിലെ തന്നെ നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പണികളുണ്ട്. ട്രാക്ടർ വരുന്നതിന് മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ ഈ റോളുകൾ ഉണ്ടല്ലോ, വൈക്കോലിൻ്റെ കെട്ടുകൾ, ഇത് മൊത്തം നമുക്ക് കരഭാഗത്തേക്ക് അങ്ങോട്ട് എടുക്കുകയും വണ്ടി വരുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കണം. ആദ്യത്തെ പണി അതാണ്. രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഉപ്പയും കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ സഹോദരനുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ പോകുന്ന കണ്ടങ്ങളിൽ നിന്നുള്ള വൈക്കോലുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ട്രാക്ടറിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഒരേക്കറിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഉപ്പ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഒരു പരിചയമില്ലാതെ ഇത്ര ഏരിയയിൽ ചെയ്യണോ, കുറച്ച് ചെയ്താൽ പോരെന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. ഉപ്പാൻ്റെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മൾ ഈ രണ്ട് കണ്ടം ചുരുക്കിയിട്ടുണ്ട്. നമ്മളിതാ നല്ല സ്ക്വയറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി പൈപ്പ് അവിടുന്ന് സെൻറ്റർ കൂടി പൈപ്പ് ഇടണ്ടല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് ഈ വരമ്പിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് ഈ കണ്ടത്തിൽ നിന്ന് കുറച്ച് ഭാഗം കൂടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ കൃഷിയിടത്തിലേക്കുള്ള ട്രാക്ടർ എത്തിയിട്ടുണ്ട്. രണ്ട് കാല് കൂട്ടുക, രണ്ട് കാല് കൂട്ടേണ്ടി വരും അല്ലേ. നമ്മൾ കരിക്കാണ് പൂട്ടുന്നത്. ഉപ്പ ഒരു കർഷകനാണ്, അപ്പോൾ അവരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഉപ്പ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് ചാല് പൂട്ടാനും വേണ്ടിയിട്ട്. നമുക്കിത് മതിയല്ലോ അല്ലേ, ഇനി ഒന്ന് പൊടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഏരി എടുക്കാൻ തണ്ണിമത്തന് പറ്റിയൊരു ഇതാവുമല്ലോ അല്ലേ. എന്നിട്ടാ ഈ ഒരു ലെവലിലേക്ക് താഴ്ന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ട് മൈന. സന്തോഷം തന്നെ കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ഫീല്. കൊക്കുകളൊക്കെ ഇര പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതിയ സംരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട, 100 മേനി വിളയും ഇൻഷാ അല്ലാഹ്. തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ കട്ടൊക്കെ ഉണ്ടാവും. മത്തനൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ എത്തിക്കോട്ടെ. ഇതുപോലെ 3-ാം തീയതി ആകുമ്പോ ഞാൻ പോകും. ചായ എത്തിയിട്ടുണ്ട്. ഒരു 10 ഊരിക്കോ. കിളികളൊക്കെ കൊണ്ട് കാണുന്നവർക്ക് ഇതൊരു നല്ലൊരു ഭംഗിയും ഇതൊക്കെയാണ്. പക്ഷെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളെ മനസ്സിനുണ്ടല്ലോ, പണത്തിനുപരി ഈ സംതൃപ്തി ഉണ്ട്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ.